അപ്പോൾ ഒരു പഴം പൊളിച്ച് തിന്നാൻ പോകണം. പഴം കഴിച്ചിട്ട് നമുക്ക് അപ്പവും കടലക്കറി പിന്നെ ഒരു കാടമുട്ടയുണ്ട്, അതും കഴിക്കാം. വീട്ടിലുണ്ടായ കോഴിയുടെ മുട്ടയാണ് കേട്ടോ. കൂട്ടുകാരെ, അങ്ങനെ ഇരിക്കുക എനിക്ക് വൈകുന്നേരം ആയപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കത്തില്ല കേട്ടോ. കണ്ണും പൂട്ടി കണ്ണി കാണുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നിരന്തരാഹാരിയാണെന്ന്. നിരന്തരാഹാരിയൊന്നും അല്ലെങ്കിലും എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വലിച്ച് വാരി കഴിക്കും. അതിനൊന്നും ഒരു ഭാവവും കാണിക്കത്തില്ല. അങ്ങനെ വലിയ ഭാവം അഹങ്കാരമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. ഞാനിതുവരെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനെങ്ങനെ കഴിക്കുന്ന രീതിയെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്താ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതെന്ന്. ഞാൻ ക്യാമറയെ നോക്കാത്ത എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടേ വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും അങ്ങനെ നോക്കത്തില്ല. എനിക്ക് കഴിക്കുന്നത് മാത്രമേ ശ്രദ്ധ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് മാത്രം നോക്കിക്കൊണ്ട് കഴിക്കുവാണ്. എല്ലാ ദിവസവും അമ്മ എന്തെങ്കിലും വട്ടയപ്പോ അല്ലെങ്കിൽ അട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, വാഴയില കൊണ്ടുള്ള അടയുണ്ടല്ലോ, അട ശർക്കരയൊക്കെ വെച്ച്, അത് അല്ലെങ്കിൽ ചെറുപയർ പായസം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും വൈകിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇന്ന് അമ്മ അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് രാവിലെയാണ് കടലക്കറി ഇഷ്ടം, അപ്പം ആയിട്ട് കഴിക്കുന്നത്. വൈകിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് രണ്ടെണ്ണേ വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. അപ്പം പിന്നെ പഴം ഇരിപ്പുണ്ട്. പഴം ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. എനിക്ക് വിശക്കുമ്പോഴൊക്കെ ഞാൻ ഓരോന്നെടുത്ത് പൊളിച്ച് കഴിക്കും. നിരന്തരാഹാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ചെറിയതായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് പറയാൻ പാടില്ലല്ലോ. നമ്മളങ്ങനെ വിശക്കുമ്പോൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം അടുത്ത് വെച്ചേക്കും. അതാണ് ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ കാടയിട്ട മുട്ട. കാടക്കോഴി ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഒരേ മുട്ടയിട്ട് തരുന്നുള്ളൂ. അത് കൂട്ടി വെക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടുന്ന സമയത്തൊക്കെ ഓരോരെണ്ണം വെച്ച് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ.